വചനോദയം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം അധ്യായം 1, 18 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. വചന വിചിന്തനം. പൂജ്യമായാലേ പൂജ്യനാവൂ. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ലഘൂകരിച്ച 2 വ്യക്തിത്വങ്ങളാണ് പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പ് പിതാവും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട പരിശുദ്ധ മറിയവും, സ്വപ്നത്തിൽ ദൂതനിലൂടെ ലഭിച്ച ദൗത്യം അനുസരണയോടെ നിറവേറ്റിയ വിശുദ്ധ യൗസേപ്പും രക്ഷാകര ദൗത്യത്തിൻ്റെ പ്രധാന ഏടുകളായി മാറുകയായിരുന്നു. സമർപ്പണമാണ് ദൈവഹിതം നിറവേറ്റുന്നതിൻ്റെ ആദ്യ ചുവട്. യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ദൈവിക രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിയുന്നത് ഇവിടെയാണ്. രഹസ്യങ്ങൾ വെളിപ്പെട്ടപ്പോൾ ദൈവദൂതൻ കൽപ്പിച്ചതുപോലെ ജോസഫ് പ്രവർത്തിച്ചു. ജോസഫ് എന്ന വ്യക്തിത്വത്തെ, അതിലുമുപരി നീതിമാൻ എന്ന സ്വഭാവ സവിശേഷതയെ സുവിശേഷം ഉയർത്തിക്കാട്ടുന്നു. ദൈവം നമ്മോടുകൂടെയുണ്ട് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് നമ്മെത്തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ ദൈവം നമ്മുടെ ജീവിതങ്ങളെയും അത്ഭുതമാക്കി മാറ്റും. തെല്ലും ശങ്ക കൂടാതെ ദൈവവചനത്തെ നെഞ്ചിലേറ്റാൻ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും വിശ്വാസത്തോടെ ദൈവത്തിൽ ശരണം പ്രാപിച്ചാൽ നമ്മുടെ ജീവിതവും ഫലമണിയും.